4:30 രജിസ്ട്രാർ KS അനിൽകുമാർ യൂണിവേഴ്സിറ്റിയിലെത്തി ചുമതല ഏറ്റെടുത്തു. സസ്പെൻഷൻ നടപടി ചോദ്യം ചെയ്ത് ഹൈക്കോടതിയിൽ നൽകിയ ഹർജി KS അനിൽകുമാർ പിൻവലിക്കും. വിജിനുണ്ട് വിവരങ്ങൾ നൽകാനായി. വിജിൻ, താൽക്കാലിക VC ആയിട്ടുള്ള ഡോക്ടർ സുസ തോമസിന്റെ ശക്തമായ എതിർപ്പിന് പിന്നാലെയായിരുന്നു സിൻഡിക്കേറ്റിന്റെ ഈ ഒരു തീരുമാനം വന്നത്. പ്രധാനമായും നാളത്തെ ഹൈക്കോടതി വിധിയും ഏറ്റവും നിർണായകം തന്നെയല്ലേ? തീർച്ചയായും ഹൈക്കോടതി വിധി ഏറ്റവും നിർണായകമാണ്. നഗരേഷിന്റെ കഴിഞ്ഞ ദിവസത്തെ ചില നിരീക്ഷണങ്ങൾ ഉൾപ്പെടെ നിലനിൽക്കുന്നതിനിടയിലാണ് പക്ഷേ ഹർജി പിൻവലിക്കാനുള്ള തീരുമാനത്തിലേക്ക് കേരള സർവകലാശാല രജിസ്ട്രാർ അനിൽകുമാർ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. സിൻഡിക്കേറ്റിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. എന്തായാലും നാടകീയമായ രംഗങ്ങളാണ് സർവകലാശാല ആസ്ഥാനത്ത് ഇന്നുണ്ടായത്. പെട്ടെന്ന് തന്നെ കഴിഞ്ഞ ദിവസമാണ് സിൻഡിക്കേറ്റ് യോഗം ചേരാനുള്ള തീരുമാനം താൽക്കാലിക വൈസ് ചാൻസലർ സുസ തോമസ് കൈക്കൊണ്ടത്. ആ വിവരം അറിയിച്ചു. അജണ്ടയിൽ ഈ ഭാരതാംബ വിഷയവുമായി ബന്ധപ്പെട്ട് ഉള്ള വിഷയങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ചർച്ച നടക്കുന്നതിനിടെ ഇക്കാര്യത്തിൽ സിൻഡിക്കേറ്റാണ് സർവകലാശാലയുടെ പൊതുവായ തീരുമാനം ഹൈക്കോടതി അറിയിക്കേണ്ടത് എന്നുള്ള നിലപാടിൽ ഉറച്ചു തന്നെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ നിന്നു. അതുകൊണ്ട് തന്നെ അക്കാര്യം പക്ഷേ വൈസ് ചാൻസലർ എന്നുള്ള പദവി ഉപയോഗിച്ച് താനാണ് ഇക്കാര്യത്തിൽ അതിന്റെ വിശദീകരണം നൽകുക എന്നുള്ളതായിരുന്നു സുസ തോമസിന്റെ വാദം. പക്ഷെ അത് സിൻഡിക്കേറ്റ് അംഗീകരിച്ചില്ല. അതിനിടെ സിൻഡിക്കേറ്റ് യോഗം അവസാനിക്കുന്നതായി സുസ തോമസ് അറിയിച്ചു. പക്ഷേ മുതിർന്ന അംഗത്തെ അധ്യക്ഷയാക്കിക്കൊണ്ട് സിൻഡിക്കേറ്റ് വീണ്ടും യോഗം ചേർന്നാണ് നിലവിലെ വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മലിന്റെ ഉത്തരവ് റദ്ദാക്കിക്കൊണ്ട് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടി സിൻഡിക്കേറ്റ് റദ്ദാക്കിയത്. അത് ആ നിലപാട് എടുത്തതോടുകൂടി സർവകലാശാല രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാറിനോട് സർവകലാശാലയിലെത്തി ചുമതല ഏറ്റെടുക്കാൻ സിൻഡിക്കേറ്റ് ആവശ്യപ്പെടുകയായിരുന്നു. അതുകൊണ്ടാണ് ഞായറാഴ്ച ആയിട്ടും 4:30 അനിൽകുമാർ സർവകലാശാല ആസ്ഥാനത്തെത്തി വീണ്ടും ചുമതല ഏറ്റെടുത്തത്. നേരത്തെ സുസ തോമസ് ഇദ്ദേഹത്തിന്റെ ID ഉൾപ്പെടെ സസ്പെൻഡ് ചെയ്തിരുന്നു. പഞ്ചിങ് നടപടികളിൽ നിന്നും ഒക്കെ സസ്പെൻഡ് ചെയ്യുന്ന നടപടിയിലേക്ക്, കടുത്ത നടപടിയിലേക്ക് ഒക്കെ സുസ തോമസ് പോവുകയും ചെയ്തിരുന്നു. BJP അംഗങ്ങൾ ഇക്കാര്യത്തിൽ വലിയ എതിർപ്പ് സിൻഡിക്കേറ്റ് യോഗത്തിൽ അറിയിക്കുകയും ചെയ്തു. എന്തായാലും നിലവിൽ സസ്പെൻഷൻ ഉത്തരവ് റദ്ദാക്കിയത് കൊണ്ട് തന്നെ നാളെ രാവിലെ തന്നെ സർവകലാശാല രജിസ്ട്രാർ ഹൈക്കോടതിയിൽ താൻ നൽകിയ ഹർജി പിൻവലിക്കുകയാണ് എന്നുള്ള കാര്യം അറിയിക്കും. ഇതിൽ എന്ത് നടപടി ഹൈക്കോടതി സ്വീകരിക്കും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. നേരത്തെ ഹർജി പരിഗണിച്ചപ്പോൾ ഭാരതാംബ ചിത്രം ഏത് മതത്തിന്റെ ഭാഗമാണ് എന്നുള്ള നിരീക്ഷണം ഉൾപ്പെടെ ഹൈക്കോടതി ജഡ്ജിയായിട്ടുള്ള കേസ് പരിഗണിച്ച ജഡ്ജി നഗരേഷ് ചോദിക്കുകയും ചെയ്തിരുന്നു. ഇത് വലിയ വിമർശനത്തിന് ഇടയാക്കുകയും ചെയ്തിരുന്നു. എന്തായാലും നാളെ സർവകലാശാലയുടെ വിശദീകരണമായി നൽകാൻ പോകുന്നത്, സർവകലാശാല കൗൺസിലിന്റെ റിപ്പോർട്ടായി നൽകാൻ പോകുന്നത് ഈ ഹർജി ഈ നടപടി റദ്ദാക്കി എന്നുള്ളതായിരിക്കും. ഒപ്പം തന്നെ പോലീസിനോടും റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. 4ഓളം കേസുകളാണ് നിലവിൽ ഭാരതാംബ വിഷയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പോലീസ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ലോ ആൻഡ് ഓർഡർ പ്രശ്നം സർവകലാശാലയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് രജിസ്ട്രാർ ഇക്കാര്യത്തിൽ പരിപാടി റദ്ദാക്കാനുള്ള നിർദ്ദേശം സംഘാടകർക്ക് നൽകിയത് എന്നുള്ളതായിരിക്കും പോലീസും വിശദീകരിക്കുക. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏത് തരത്തിൽ ഹൈക്കോടതി നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. എന്തായാലും ഈ ഹർജി തന്നെ പിൻവലിക്കാനുള്ള തീരുമാനം രജിസ്ട്രാർ കൈക്കൊണ്ടതോടെ അത് വലിയ തരത്തിലുള്ള പ്രതിസന്ധിയാണ് ഹൈക്കോടതി നിലവിലെ ബെഞ്ചിനും ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നിലവിൽ രാഷ്ട്രീയ നിരീക്ഷകരും നിയമവിദഗ്ധരും ഒക്കെ പറയുന്നത്. രാഷ്ട്രീയ നിയമ പോരാട്ടം സർവകലാശാലയിലെ വിഷയവുമായി ബന്ധപ്പെട്ട് CPM-ഉം ഒപ്പം തന്നെ രാജ്ഭവനും നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ നിയമ പോരാട്ടത്തിന്റെ ഭാഗം ആണ് ഈ കാര്യം എന്നുള്ളത്. പക്ഷേ രാജ്ഭവന്റെ അനുമതിയോട് കൂടി നടത്തിയ ഈ തീരുമാനം അത് വലിയ തരത്തിലുള്ള രാഷ്ട്രീയ നിലപാടെടുത്ത് CPM അതിനെ ഗണ്ണിക്കാനുള്ള ശ്രമം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നിലവിലെ ഈ സിൻഡിക്കേറ്റ് തീരുമാനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ശരി, വ്യക്തമാണ്. വിജിനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് നിന്നും മറ്റു വാർത്തയിലേക്ക് പോവുകയാണ്.